നമസ്കാരം. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവന്ന കേസിൽ 5 UDF പ്രവർത്തകർ അറസ്റ്റിൽ. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവന്ന LDF ആരോപണത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസെടുക്കുകയുമായിരുന്നു. ജീവന് അപായം വരുത്തണമെന്ന ലക്ഷ്യത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചുവെന്നുമാണ് FIR-ൽ പറയുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് UDF പ്രവർത്തകർ പോലീസിനു നേരെ കുപ്പിയെറിയുന്നത് കണ്ടെത്തിയെന്നാണ് പോലീസ് അറിയിച്ചത്. പൊട്ടിത്തെറി നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിനെ ഗ്രനേഡോ കണ്ണീർ വാതകമോ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന രീതിയിലല്ല സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെന്നും പേരാമ്പ്ര പോലീസ് പറഞ്ഞു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റിരുന്നു. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന റൂറൽ SPയുടെ തുറന്നു പറച്ചിലും വിവാദമുണ്ടാക്കിയിരുന്നു. സംഘർഷത്തിൽ ഷാഫി ഉൾപ്പെടെ 700ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഉത്തരമേഖല DIG യതീഷ് ചന്ദ്രയുടെയും വടകര റൂറൽ SP KE ബൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടുതൽ പരിശോധനയ്ക്കായി സ്ഫോടനം നടന്ന സ്ഥലം അന്വേഷണ സംഘം സന്ദർശിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധിച്ചു. ഷാഫി പറമ്പിൽ MPക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവം വഴിതിരിച്ചുവിടുവാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ രംഗത്തെത്തിയിരുന്നു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നാണ് പുതിയ കഥയെന്നും സംഭവസ്ഥലത്ത് പോലീസ് കൊണ്ടുവന്നതല്ലാത്ത സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ആരോപണമാണ് പോലീസ് ഏറ്റെടുത്തതെന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. സ്ഫോടക വസ്തു എന്ന പേരിൽ 3-ാം ദിവസമാണ് പോലീസ് കേസെടുത്തത്. CPM തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ്. UDF പ്രവർത്തകർ പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് തന്നെ എറിഞ്ഞ സ്ഫോടക വസ്തുവാണെന്നും പ്രവീൺ കുമാർ കോഴിക്കോട് വെച്ച് പ്രതികരിച്ചു. അതേസമയം പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിൽ വ്യാജ പ്രചാരണം നടത്തിയതിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലം സ്വദേശി ഷംനാദ് അബ്ദുൾ റഷീദ്, കോഴിക്കോട് സ്വദേശി മോമി KK എന്നിവർക്കെതിരെയാണ് ചെവായൂർ പോലീസ് കേസെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണു വത്സൻ നൽകിയ പരാതിയിലാണ് ഈ കേസ്. സാമൂഹിക മാധ്യമങ്ങളിൽ വിഷ്ണു വത്സന്റെ ഫോട്ടോ സഹിതം പ്രചരിപ്പിച്ച ക്രിമിനൽ ആണെന്ന തരത്തിലാണ് ഈ ഒരു ചിത്രങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പേരാമ്പ്രയിലെ സംഘർഷ ദിവസം കോഴിക്കോട് സിറ്റി ലിമിറ്റിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെയാണ് ഈ ക്രിമിനലായി പ്രചരിപ്പിച്ചിരിക്കുന്നത്. BNS 192, 351, കേരള പോലീസ് ആക്ട് 120 എന്നിവ വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ജീവന് അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞുവെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചുവെന്നും FIR-ൽ പറയുന്നുണ്ട്. ഒക്ടോബർ 10-ന് ഉണ്ടായ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് വൈകിട്ട് 5:45 മുതൽ 8:30 വരെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും FIR-ൽ പറയുന്നു. പേരാമ്പ്രയിൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ SP നടത്തിയ തുറന്നു പറച്ചിൽ വിവാദമുണ്ടാക്കിയിരുന്നു. കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് റൂറൽ SP പ്രതികരിച്ചിരുന്നത്. ഇതിനിടെയാണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി കാട്ടി പേരാമ്പ്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ദുരൂഹതകളുണ്ടെന്നാണ് റൂറൽ SP KE ബൈജുവിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതായി സംശയിക്കുന്നതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും SP അറിയിച്ചു. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് റൂറൽ SPയുടെ വിശദീകരണം. സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായതെന്നും ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുമാണ് SP ബൈജുവിന്റെ ഔദ്യോഗിക വാദം. എന്നാൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചുവെന്ന SPയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാവുകയും മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ലാത്തി ഉപയോഗിച്ച് MP അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് സംഭവത്തിൽ പോലീസിന് തന്നെ വലിയൊരു തിരിച്ചടിയെ മാറുന്ന കാഴ്ചയായിരുന്നു. പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം നിർണായകമാണ്. അതേസമയം MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ 692 UDF പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, ലാത്തി ചാർജ് കണ്ടു കാണും, കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെ ഒരു ആക്ഷനും നടന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് പിന്നീട് മനസ്സിലായി.
AI ടൂൾ ഉപയോഗിച്ച് ആരാണ് എന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MP പുറകിൽ നിന്ന് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യമുണ്ട്. അതിനു മുൻപ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ട് തന്നെയാണ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇതായിരുന്നു കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ പ്രതികരണം. അതേസമയം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് നടപടിയിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി കിട്ടിയിരുന്നു. 2 ഡിവൈഎസ്പിമാർക്കും ഷാഫിയെ ലാത്തി കൊണ്ടടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുമെതിരെയാണ് കോൺഗ്രസ് നേതൃത്വം പരാതി നൽകിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ ഔദ്യോഗിക വസതി അടക്കം ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്നുമാണ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ചികിത്സ കഴിഞ്ഞ് തിങ്കളാഴ്ച ആശുപത്രിയിൽ നിന്ന് മടങ്ങിയിരുന്നു. 3 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷമായിരുന്നു അദ്ദേഹം കോഴിക്കോട് വീട്ടിലേക്ക് മടങ്ങിയത്. ഇന്ന് തുടർ ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം വീണ്ടും ആശുപത്രിയിലെത്തും. മുഖത്ത് അടിയേറ്റതിനെ തുടർന്ന് മൂക്കിന്റെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ശസ്ത്രക്രിയയും വിശ്രമവും കഴിഞ്ഞായിരുന്നു മടക്കം. ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് MP പരാതി നൽകിയത്. പേരാമ്പ്ര ഡിവൈഎസ്പി N സുനിൽകുമാർ, വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ SP ഇക്കാര്യം സംബന്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. റൂറൽ SP KE ബൈജുവിനെതിരെ പരാതിയിൽ പരാമർശമുണ്ട്. പരാതിയിൽ കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ പേരെടുത്ത് പറയുകയും അദ്ദേഹത്തിനെതിരായ പരാമർശം ഉണ്ട്. ഇതിനു പുറമെയാണ് ഇത്തരത്തിൽ ഈ ഡിവൈഎസ്പി N സുനിൽകുമാറിനെയും വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ പേരുകളും പരാമർശിച്ചത്. ഈ പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം റൂറൽ SP തന്നെ ഫോണിൽ വിളിച്ച ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ റൂറൽ SP പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു. പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായി പരാതിയിൽ പറയുന്നുണ്ട്. പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിലേക്കാണ് താൻ പോയത്. അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ പോലീസ് ഇടപെട്ട് വഷളാക്കി. പേരാമ്പ്ര ഡിവൈഎസ്പി N സുനിൽകുമാർ, വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർ സംഭവസ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും MP പരാതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. പേരാമ്പ്രയിലെ സംഭവത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം DGPക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്.